ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. SMC സീരീസിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഹൗ ടു ഐഡൻറ്റിഫൈ ദ ബെസ്റ്റ് ഓർഡർ ബ്ലോക്ക് ടു ട്രേഡ്. SMC കൺസെപ്റ്റിൽ ട്രേഡ് ചെയ്യുന്ന എല്ലാവർക്കും ഉള്ള ഒരു കോമൺ ആയിട്ടുള്ളൊരു ഡൗട്ടാണ്. ഇപ്പം ഒരു അപ് ട്രെൻഡോ ഡൗൺ ട്രെൻഡോ ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇപ്പോൾ അപ്പ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് ഒരുപാട് ഓർഡർ ബ്ലോക്സ് ക്രിയേറ്റ് ചെയ്തായിരിക്കും അപ്പ് സൈഡിലേക്ക് പോകുന്നത്, ഫെയർ വാല്യൂ ഗ്യാപ്പും ഓർഡർ ബ്ലോക്സും. ഇതിൽ ഏത് ഓർഡർ ബ്ലോക്കാണ് നമുക്ക് വർക്ക് ചെയ്യാൻ ഇല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ സാധ്യതയുള്ള ഹൈ ആക്യുറസി ഉള്ള ഓർഡർ ബ്ലോക്ക്? ഇപ്പം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ ഉണ്ടായിരിക്കും. അതിനുശേഷം അതിൻ്റെ അപ്പ് സൈഡിൽ ഒരു സ്വിങ് വരുമ്പോൾ ഇതിലൊരു ഓർഡർ ബ്ലോക്ക് കാണും. അതിൻ്റെ അപ്പ് സൈഡിൽ വരുമ്പോൾ ഇതൊരു ഓർഡർ ബ്ലോക്ക് ആയിരിക്കും. അതിൻ്റെ അപ്പ് സൈഡിൽ വീണ്ടും ഒരു സ്വിങ്, അവിടെ ഒരു ഓർഡർ ബ്ലോക്ക്. സോ 4 ഓർഡർ ബ്ലോക്ക് വരുന്നു. ഇതിൽ ഏത് ഓർഡർ ബ്ലോക്കാണ് കൂടുതൽ വർക്ക് ചെയ്യാൻ സാധ്യതയുള്ളതെന്ന് ഫിൽറ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട വേറൊരു കൺസെപ്റ്റാണ് പ്രീമിയം ആൻഡ് ഡിസ്കൗണ്ട്. എന്താണ് പ്രീമിയം ആൻഡ് ഡിസ്കൗണ്ട്? നിങ്ങൾ ഈ പേര് കേൾക്കുമ്പോൾ തന്നെ പകുതി കാര്യം പിടികിട്ടും. പ്രീമിയം ആൻഡ് ഡിസ്കൗണ്ട്. ഇപ്പം മാർക്കറ്റ് അപ്പ് സൈഡിൽ ബുള്ളിഷ് മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ, ഒരു ബുള്ളിഷ് മൊമെൻറ്റം നടക്കുന്ന ഒരു മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ, ആസ് എ ബയ്യർ, ഞാനൊരു ബയ്യർ ആണെന്നുണ്ടെങ്കിൽ, ഞാൻ ഈ മാർക്കറ്റിൽ ഒരു ബൈ എൻട്രി എടുക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് പ്രൈസ് ഏത് സോണിൽ കിട്ടണം? എനിക്ക് പ്രൈസ് കിട്ടണം. ബയ്യേഴ്സിന് എപ്പോഴും വേണ്ട എന്താണ്? ഡിസ്കൗണ്ട്. ഏറ്റവും വില കുറച്ച് മേടിച്ചാൽ മാത്രമേ നമുക്ക് മാർക്കറ്റിൽ നിന്ന് പ്രോഫിറ്റബിൾ ആകാൻ പറ്റത്തുള്ളൂ. സോ ബയ്യേഴ്സിൻ്റെ എപ്പോഴും എന്തായിരിക്കും? ഡിസ്കൗണ്ട് സോണിൽ നിന്ന് മേടിക്കുക. ഇപ്പോൾ സെല്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഡൗൺ സൈഡിലേക്ക് വരുന്നൊരു മാർക്കറ്റിൽ നിങ്ങൾക്കൊരു സാധനം സെല്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സെല്ല് ചെയ്തിട്ട് പൈസ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടിയ വിലയിൽ നിന്ന് സെല്ല് ചെയ്താലേ നിങ്ങൾക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റത്തുള്ളൂ. റൈറ്റ്? മനസ്സിലായോ? ബയ്യർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മേടിക്കുന്ന പ്രൈസ് ഡിസ്കൗണ്ടിലായിരിക്കണം. സെല്ലർ ആണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും പ്രീമിയം പ്രൈസിൽ മാത്രമേ അത് സെല്ല് ചെയ്യാവുള്ളൂ. ഇത് രണ്ടും ക്ലിയർ ആയല്ലോ? റൈറ്റ്? ഇനി പ്രീമിയവും ഡിസ്കൗണ്ടും എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ഇതിപ്പം ഈ കാണുന്ന ചിലപ്പോൾ ഒരു 5 മിനിറ്റോ ഇല്ലെങ്കിൽ ഒരു ലോവർ ടൈം ഫ്രെയിമിൽ ഒരു സ്വിങ് ഹൈ സ്വിങ് ലോ ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റ് അപ്പ് സൈഡിലേക്ക് പോവുകയാണ്. ഇത് സപ്പോസ് ഒരു 30 മിനിറ്റ്സ് ആണെന്ന് ഓർക്കുക. 30 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ ക്യാൻഡിലാണ്. സോ ഇത് നമ്മൾ 4 അവറിൽ നോക്കുന്ന സമയത്ത് ഇതെങ്ങനെയായിരിക്കും? നമുക്ക് കൂടുതൽ കിട്ടുന്ന ഒരു ഒറ്റ സ്വിങ് ആയിട്ടായിരിക്കും കിട്ടുന്നത് മാർക്കറ്റിൽ. റൈറ്റ്? എങ്ങനെ? മാർക്കറ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ അപ്പ് സൈഡിലേക്ക് വന്നു, ഒരു റീട്രേസ്മെൻറ്റ് തന്നു, അത് കഴിഞ്ഞുള്ള അപ്പ് സൈഡിലേക്കുള്ള മൂവ്. റൈറ്റ്? ഈ ഒരു 30 മിനിറ്റിൽ കിട്ടുന്ന ഈ ഫുള്ള് മാർക്കറ്റ് സ്ട്രക്ചർ നമുക്ക് 4 അവറിൽ കാണുന്ന ചിലപ്പം ഈ ഒരു പോർഷനിലായിരിക്കും. 30 മിനിറ്റ്സിൽ നോക്കുമ്പോൾ ഇവിടെ ഒരു ഓർഡർ ബ്ലോക്ക് കാണും നമുക്ക്. റൈറ്റ്? ഈ ഒരു സ്വിങ്ങിൽ ഓർഡർ ബ്ലോക്ക് കാണും, ഈ ഒരു സ്വിങ്ങിൽ ഓർഡർ ബ്ലോക്ക് കാണും. ഇനി ആസ് എ ബയ്യർ നമുക്ക് ഏത് ഓർഡർ ബ്ലോക്കാണ് ചൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് ഓർഡർ ബ്ലോക്കിൽ നിന്ന് നമ്മൾ ട്രേഡ് എടുത്താൽ നമ്മുടെ ട്രേഡ് വിജയിക്കാനുള്ള സാധ്യത കൂടുതലാണ്? റൈറ്റ്? ഇതിന് നിങ്ങൾ സിമ്പിളായിട്ടൊരു കാര്യം ചെയ്താൽ മതി. നിങ്ങളുടെ ഫസ്റ്റ് ഫിൽറ്ററിങ് പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാവുന്നതാണ് ഫിബൊനാച്ചി ടൂള്. റൈറ്റ്? ഇത് ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്വിങ് ലോ തൊട്ട് ഈ സ്വിങ് ഹൈ വരെ നിങ്ങളിങ്ങനെ മാർക്ക് ചെയ്യുക. റൈറ്റ്? ഈ ഒരു മൂവ് വരുന്ന സമയത്ത്, റൈറ്റ്, ഈ ഒരു ഫുൾ മൂവിന്, ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള മൂവിന് നിങ്ങൾ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുക. റൈറ്റ്? ഇതെന്താണ് ഫിബൊനാച്ചി ടൂളിൽ 0 to 1 നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു മിഡിൽ പോർഷൻ കിട്ടും. ഇതാണ് അതിൻ്റെ മിഡ് പോയിന്റ്. റൈറ്റ്? ഈ ഒരു മൂവിൻ്റെ ആവറേജ് പ്രൈസ് എന്ന് പറയുന്നത് ഈ ഒരു പോർഷൻ ആയിരിക്കും. ആണല്ലോ? ഇനി ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ബയ്യർ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും നിങ്ങൾ ഈ ഒരു ആവറേജ് പ്രൈസിൻ്റെ താഴത്തുനിന്ന് മേടിക്കാൻ ശ്രമിക്കണം. ഈ 50% താഴത്തുള്ള സോണിനെയാണ് നമ്മൾ മാർക്കറ്റിൽ ഡിസ്കൗണ്ട് സോൺ എന്ന് പറയുന്നത്. അറ്റ്ലീസ്റ്റ് ഈ മൂവിൻ്റെ 50% താഴെ നിങ്ങൾ മേടിച്ചാലേ നിങ്ങൾക്ക്
ആ ഒരു പ്രൈസിൻ്റെ ഒരു ഡിസ്കൗണ്ട് സോണിൽ നിന്ന് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റത്തുള്ളൂ, റൈറ്റ്. ഒരു ഷൂവിൻ്റെ വില, സപ്പോസ് ഇതൊരു ഷൂവിൻ്റെ വിലയാണെന്ന് ആലോചിക്കുക, റൈറ്റ്. ഇതൊരു 50 റുപ്പീസും ഈ ഒരു ഹൈ എന്ന് പറയുന്നത് 100 റുപ്പീസും ആണ്. നിങ്ങൾക്ക് ഈ ഒരു മൂവിൽ ഇല്ലെങ്കിൽ ഈ ഒരു പ്രൈസിൽ ഇനി എൻട്രി ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി എന്താണ്, നിങ്ങൾ ആസ് എ ബയർ നിങ്ങൾ എന്താ ശ്രദ്ധിക്കുന്നത്, ഡിസ്കൗണ്ട് കിട്ടണം. ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഒരു ഏകദേശ ലിമിറ്റ് എന്ന് പറയുന്നത് ഒരു 75 രൂപയ്ക്ക് താഴെയെങ്കിലും മേടിച്ചാലേ നിങ്ങൾക്കൊരു ബെനിഫിഷ്യലായിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്കറിയാം ലോവർ സോണ് 50 രൂപയാണ്, അപ്പർ സോണ് 100 രൂപയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫെയർ പ്രൈസ് എന്ന് പറയുന്നത് എവിടെ ആയിരിക്കും, ഒരു 75 രൂപ. ഇനി 75 രൂപയുടെ താഴത്തുനിന്ന് നിങ്ങൾക്ക് ആ ഒരു സാധനം പിന്നെയും മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഒരു ബെറ്റർ എൻട്രി. ഇപ്പം നിങ്ങൾ 90 രൂപയ്ക്ക് മേടിച്ചാലോ 80 രൂപയ്ക്ക് മേടിച്ചാലോ നിങ്ങൾ ഒരു പ്രീമിയം സോണിലാണ് ഇപ്പോഴും നിൽക്കുന്നത്, റൈറ്റ്. ആസ് എ ബയ്യർ നിങ്ങൾക്കൊരു ഡിസ്കൗണ്ട് വേണമെന്ന് പറഞ്ഞാൽ ഡിസ്കൗണ്ട് തുടങ്ങുന്നത് ഈ മാർക്കറ്റിൽ നിൽക്കുന്ന 100 രൂപയെന്ന് നിങ്ങൾക്കൊരു ഡിസ്കൗണ്ട് സോൺ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് പോയിന്റിലായിരിക്കും, ഈ 75 തൊട്ട് താഴത്തോട്ട് കാണുന്ന ഈ ഒരു സോണാണ് നിങ്ങളുടെ ഡിസ്കൗണ്ട് സോൺ. നിങ്ങളൊരു ബയ്യർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സോണിൻ്റെ അകത്ത് മാർക്കറ്റ് വരുമ്പോഴും മേടിച്ചാലേ ഒരു പുൾ ബാക്കിൽ നിങ്ങൾക്ക് ഒരു നല്ലൊരു എൻട്രി കിട്ടത്തുള്ളൂ, റൈറ്റ്. ഇനി നമ്മൾ സെയിം കൺസെപ്റ്റ് ഓർഡർ ബ്ലോക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 30 മിനിറ്റ്സ് നോക്കുന്ന സമയത്ത് നമുക്ക് ഇതിനെ ഇങ്ങോട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം, റൈറ്റ്. ഇതിനെ ഇങ്ങോട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം. ഇതാണ് നമ്മുടെ പ്രീമിയം സോൺ, ഇതാണ് നമ്മുടെ ഡിസ്കൗണ്ട് സോൺ, റൈറ്റ്. ഇനി മാർക്കറ്റ് താഴത്തേക്ക് വരുമ്പം നിങ്ങൾക്ക് ഈ ഒരു ട്രേഡിൽ എൻട്രി ചെയ്യണം. നിങ്ങൾക്കൊരു ഡൗട്ട്, നിങ്ങൾ ഏത് സോണിൽ നിന്നാണ് ഇല്ലെങ്കിൽ ഏത് ഓർഡർ ബ്ലോക്കിൽ നിന്നാണ് നിങ്ങൾക്ക് എൻട്രി എടുക്കേണ്ടത്. താഴത്തേക്ക് വന്നു ഈ ഒരു ഓർഡർ ബ്ലോക്ക് എവിടെയാണ് കിടക്കുന്നത്, പ്രീമിയം സോണിൽ. ഇത് നിങ്ങൾ എൻട്രി എടുക്കുന്നതല്ല, സ്മാർട്ട് മണി ഒരിക്കലും പ്രീമിയം സോണിൽ നിന്ന് എൻട്രി എടുക്കത്തില്ല, റൈറ്റ്. ഈ ഒരു ഓർഡർ ബ്ലോക്ക് കിടക്കുന്ന എവിടെയാണ്, പ്രീമിയം സോണിലാണ്, റൈറ്റ്. ഈ 75 റുപ്പീസിന് ഇല്ലേ 0.5% മുകളിലാണ്. ഈ ഒരു ഹൈ തൊട്ട് ലോ വരെയുള്ള മൂവിൻ്റെ 50% താഴെ കിടക്കുന്ന ഓർഡർ ബ്ലോക്സ് ആണ് വാലിഡായി വരുന്നത്. അപ്പം എന്താണ്, നിങ്ങൾക്ക് ഇവിടുന്ന് പകുതി ഓർഡർ ബ്ലോക്ക് മാർക്കറ്റിൽ നിന്ന് മാറി, റൈറ്റ്. ഈ ഓർഡർ ബ്ലോക്കും ഇവിടുന്ന് മാറി, പകുതി ഓർഡർ ബ്ലോക്ക് ഫിൽറ്റർ ആയല്ലോ. ഇനി ഈ ഡിസ്കൗണ്ട് സോണിൽ കിട്ടുന്ന ഓർഡർ ബ്ലോക്ക് ആസ് എ ബയ്യർ, നിങ്ങളൊരു ബയ്യർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കേണ്ട ഓർഡർ ബ്ലോക്ക് ഏതാണ്, ഈ ഒരു ഓർഡർ ബ്ലോക്ക്. മനസ്സിലാവുന്നുണ്ടോ കാര്യം, റൈറ്റ്. SMC എന്ന് പറയുന്നത്, SMCയുടെ കൂടെ നമ്മൾ ഇത്തിരി കോമൺ സെൻസ് കൂടെ ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് SMC എന്ന് പറയുന്ന കൺസെപ്റ്റ് പ്രോപ്പറായിട്ട് പഠിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. കാരണം SMC എന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ള കാര്യം തന്നെയാണ്. മാർക്കറ്റിലൊരു ബയ്യർ ആണെന്നുണ്ടെങ്കിൽ നമ്മളിത് ഡെയിലി നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, റൈറ്റ്. നമ്മളൊരു കടയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് എന്ത് സാധനവും ഡിസ്കൗണ്ടിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളൊരു സാധനം മേടിക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മളെപ്പോഴും വില പേശത്തില്ല. നമ്മൾ വില പേശുമ്പോൾ എപ്പോഴാണ്, ആ ഒരു സാധനം കൂടുതലായിട്ട് ആൾക്കാർ മേടിച്ചിരിക്കുന്ന ഒരു വില കാണും, ഒരു ഫെയർ പ്രൈസ് കാണും. ഇപ്പോൾ എന്ത് സാധനമാണെന്നുണ്ടെങ്കിലും സീസണൽ ടൈം ആകുമ്പോൾ എന്ത് ചെയ്യും, അതിന് വില കൂടി പോകും മേലോട്ട്. പക്ഷേ നിങ്ങൾക്കറിയാം വർഷത്തിൽ ഏറ്റവും കൂടുതൽ ആ സാധനം വിൽക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 75 രൂപയ്ക്കായിരിക്കും. ഇത് നിങ്ങൾക്കറിയാം, റൈറ്റ്. സോ ആസ് എ ബയർ നിങ്ങൾ എപ്പോഴും എന്തിനു വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കും, നിങ്ങളെപ്പോൾ മേടിച്ചാലും ഈ ഒരു 75 രൂപയ്ക്ക് താഴെ എപ്പോഴാണോ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്നത് അതാണ് നിങ്ങളുടെ ഒരു ബെസ്റ്റ് എൻട്രി പോയിന്റ് ബയ്യർ എന്നുള്ള നിലയിൽ. സോ ഇനി ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ ഓർഡർ ബ്ലോക്കുമായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് സിമ്പിളായില്ലേ. നമ്മളിനി ഈ ഒരു മൂവിൽ എന്താണ്, ഒരു ഫിബൊനാച്ചി ലെവൽ ഇല്ലെങ്കിൽ ഈ ഒരു ഫുൾ മൂവിനെ നമ്മളൊരു 50% ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അപ്പർ സോണിന് നമ്മൾ എന്ത് ചെയ്യണം, പ്രീമിയം ആയിട്ട് കൺസിഡർ ചെയ്യണം. ലോവർ സോണിന് എന്തായിട്ട്, ഡിസ്കൗണ്ട് ഏരിയ ആയിട്ടും കൺസിഡർ ചെയ്യണം. ഇനി അപ്പർ സോണിൽ ഈ പ്രീമിയത്തിൽ വരുന്ന ഫുൾ ഓർഡർ ബ്ലോക്കും നമുക്ക് ഇൻവാലിഡ് ആണ്. ഈ ഓർഡർ ബ്ലോക്ക് എല്ലാം ഇൻവാലിഡ് ആണ് ആസ് ആൻ എൻട്രി. റിസ്ക് റിവാർഡ് വെച്ച് നോക്കുമ്പോൾ ഇതെല്ലാം നമുക്കൊരു ഇൻവാലിഡ് എൻട്രി പോയിന്റ് ആണ്. നമുക്ക് വാലിഡായിട്ട് കിട്ടുന്നത് എന്താണ്, ഈ ഒരു ഓർഡർ ബ്ലോക്ക്, റൈറ്റ്.
സിമ്പിളായില്ലേ? ഇനി ഓർഡർ ബ്ലോക്ക് കൂടുതലും ഇപ്പം നിങ്ങൾ ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ നിന്ന് ഈ ഒരു പോയിന്റിൽ നിന്ന് ഓർഡർ ബ്ലോക്കിലാണ് എടുക്കുന്നതെങ്കിൽ, ഈ ഒരു ഓർഡർ ബ്ലോക്കിൽ നിന്നാണ് നിങ്ങൾ എൻട്രി എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ലോസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം സ്മാർട്ട് മണിക്ക് എപ്പോഴും ഈ ഒരു സോണിൽ പ്രൈസ് കിട്ടിയാൽ മാത്രമേ എടുക്കാൻ എൻട്രി കാണത്തുള്ളൂ. സോ ഏറ്റവും കൂടുതൽ വാലിഡ് ആയിട്ട് നിൽക്കുന്ന ഓർഡർ ബ്ലോക്ക് എപ്പോഴും ഏതായിരിക്കും? ആ ഒരു സ്വിങ്ങിൻ്റെ 50% താഴത്ത് കിടക്കുന്ന, അതായത് ഡിസ്കൗണ്ട് സോണിൽ വരുന്ന ഓർഡർ ബ്ലോക്കാണ് വാലിഡ് ആയിട്ടിരിക്കുന്നത്. കൺസെപ്റ്റ് മനസ്സിലായെന്ന് തോന്നുന്നു. നമുക്ക് ഒന്ന് രണ്ട് എക്സാമ്പിൾ മാർക്കറ്റിൽ നോക്കാം. ഇപ്പോൾ ഞാൻ BTC ചാർട്ടിലാണ് ഉള്ളത്. അപ്പം നമ്മൾ ഹയർ ടൈം ഫ്രെയിം ആയിട്ട് ഉപയോഗിക്കുന്നത് 4 അവർ ആണ്. അതുകൊണ്ട് ഞാൻ ഈ ചാർട്ടിനെ 4 അവറിലേക്ക് കൺവേർട്ട് ചെയ്തു. അത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓക്കെ. സോ ഇനി നമുക്ക് എന്താണ്, ഒരു ലേറ്റസ്റ്റ് സ്വിങ് കണ്ടെത്തണം. ഇതെവിടെയാണ്? ഇതൊരു ഹൈ, ഈ പോയിന്റിൽ നിന്ന് ഹൈ, ലോ, ഹൈ, ലോ ടേക്കൺ ഔട്ട് ആയി, ഈ ഒരു പോയിന്റ് ഇതാണ് മാർക്കറ്റിലുള്ള ഇപ്പം ഒരു ലേറ്റസ്റ്റുമായിട്ട് വന്നിട്ടുള്ള ഒരു ഹൈയും ലോയും വരുന്ന സ്ട്രക്ചർ. റൈറ്റ്? ഇത് ക്ലിയർ ആയല്ലോ? എല്ലാവർക്കും ഇത് ക്ലിയർ ആയെന്ന് തോന്നുന്നു. സോ നമുക്ക് വേണ്ട എന്താണ്, ഒരു മാർക്കറ്റിൽ കിട്ടിയിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള എന്താണ് ഒരു സ്വിങ്. അതായത് നമുക്ക് കിട്ടുന്ന സ്വിങ് ഏത് പോയിൻ്റാണ്? ഈ ഒരു പോയിന്റ് തൊട്ട് ഇതാണ് നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന ലേറ്റസ്റ്റ് സ്വിങ്. ഇതൊരു 4 അവർ ടൈം ഫ്രെയിമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം, നമുക്കിനി ഓർഡർ ബ്ലോക്ക് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലോവർ ടൈം ഫ്രെയിമായ 30 മിനിറ്റ്സിലേക്ക് പോകണം. ഏതാണ്? നമ്മുടെ 4 അവർ ടു 30 മിനിറ്റ്സ്. റൈറ്റ്? 4 അവർ ടു 30 മിനിറ്റ്സ്. നമ്മുടെ ഹയർ ടൈം ഫ്രെയിം 4 അവറും ലോവർ ടൈം ഫ്രെയിം 30 മിനിറ്റ്സും. റൈറ്റ്? ഇനി എന്താണ് ചെയ്യേണ്ടത്? ഈ ഒരു ഫുൾ സ്വിങ്ങിനെ നമ്മൾ 50% ആയിട്ട് ഡിവൈഡ് ചെയ്യണം. ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന ടൂളാണ് എന്ത്? ഫിബൊനാച്ചി ടൂൾ. ഓക്കെ. അപ്പോൾ നമ്മുടെ 50% ഇവിടെ കിട്ടി. നമുക്കിതൊന്ന് ലോക്ക് ചെയ്യാം. റൈറ്റ്? ഇതാണ് നമ്മുടെ 50% ഏരിയ. ഇത് ഏതാണ്? 50% താഴെയുള്ളത് നമ്മുടെ ഡിസ്കൗണ്ട് സോണും മുകളിലുള്ള സോണ് നമ്മുടെ പ്രീമിയം സോണുമാണ്. റൈറ്റ്? ആസ് എ ബയ്യർ ഇനി എനിക്ക് ഏതാണ്? ഈ ഒരു പോർഷനുള്ള ഒരു ഓർഡർ ബ്ലോക്കും എനിക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമല്ല. എനിക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് എൻട്രി കിട്ടിയാൽ മാത്രമേ എനിക്കൊരു ഹയർ റിസ്ക് റിവാർഡിൽ, അതായത് ഇവിടുന്ന് ഒരു ഓർഡർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അപ്സൈഡിലേക്ക് കിട്ടുന്ന ടാർഗറ്റ് എത്രയാണ്? 1:4 ആണ്. റൈറ്റ്? ആ സമയത്ത് ഞാൻ താഴത്തു നിന്നാണ് എടുക്കുന്നതെങ്കിൽ എനിക്ക് കിട്ടുന്ന റിസ്ക് റിവാർഡ് 7 to 8 ആണ്. സോ ആസ് എ സ്മാർട്ട് മണി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതൊരു പോയിന്റിൽ നിന്നായിരിക്കും എൻട്രി എടുക്കാൻ ശ്രമിക്കുന്നത്? ഈ ഒരു സോണിന് താഴത്ത് വരികയാണെന്നുണ്ടെങ്കിൽ എൻ്റെ റിസ്ക് റിവാർഡ് ഇത്തിരി കൂടെ ബെറ്റർ ആയിരിക്കും. റൈറ്റ്? ഈ ഒരു പോയിന്റിൽ നിന്നൊക്കെ ഞാൻ എൻട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അപ്സൈഡിലുള്ള ടാർഗറ്റ് കൂടുതലാണ്. റൈറ്റ്? ഓക്കെ. നമ്മൾ 4 അവറിൽ നിന്ന് ഇനി എന്ത് ചെയ്യും? നമ്മുടെ ലോവർ ടൈം ഫ്രെയിമായ 30 മിനിറ്റിലേക്ക് ഷിഫ്റ്റ് ആകും. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ കിട്ടുന്ന ഓർഡർ ബ്ലോക്ക് വരക്കണം. ഇത് നമുക്ക് കിട്ടിയിട്ടുള്ള ലേറ്റസ്റ്റ് ഓർഡർ ഫ്ലോ ആണ്. 50% അകത്ത് വരുന്നത്. റൈറ്റ്? നമുക്കിവിടെ മാർക്ക് ചെയ്യാം. ഇതാണ് എൻ്റെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇവിടെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ ഓർഡർ ബ്ലോക്ക് എന്ന് പറയുന്നത് ഇതാണ്. റൈറ്റ്? കൺഫ്യൂഷൻ എല്ലാവർക്കും എന്ന് വിശ്വസിക്കുന്നു. അത് നമുക്ക് OB എന്ന് മാർക്ക് ചെയ്യാം. ഇൻസൈഡ് ആൻഡ് സെൻറ്റർ. ഓക്കെ. ഇത് നമ്മുടെ 30 മിനിറ്റ്സിലെ ഓർഡർ ബ്ലോക്കാണ്. റൈറ്റ്? ആ ഒരു സോണിലേക്ക് മാർക്കറ്റ് വന്നില്ല. മാർക്കറ്റ് റിവേഴ്സൽ എടുത്ത് ഏതാണ്? ജസ്റ്റ് നമ്മുടെ ഡിസ്കൗണ്ട് സോണിലേക്ക് വന്ന് ടാപ്പ് ചെയ്തു. അവിടെ നിന്ന് മാർക്കറ്റ് റിവേഴ്സലായി. ഇവിടെ ഒരു ബൈയിങ് നടന്നിട്ടുണ്ട്. റൈറ്റ്? അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. റൈറ്റ്? ഇതെന്താണ്? ഓൾറെഡി മാർക്കറ്റ് ഡിസ്കൗണ്ട് സോണിലേക്ക് വന്ന് ടാപ്പ് ചെയ്തു. 50% ഡിസ്കൗണ്ടിൽ ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹൈ പോയിന്റിൽ നിന്ന് താഴത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു 50% ഡിസ്കൗണ്ടിലാണ് മാർക്കറ്റിൽ ആ പ്രൈസ് വന്നിരിക്കുന്നത്. സോ ഇവിടുന്ന് ആൾക്കാർ മേടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം 50% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലൂക്രേറ്റീവ് ആണ്. ഇതേതാണ്? ഒരു 50% ഡിസ്കൗണ്ട് ഏരിയയാണിത്. സോ ഇവിടുന്ന് ബയ്യർ വന്നിട്ടുണ്ട്. അതിനെ മാർക്കറ്റിലേക്ക് അപ്സൈഡിലേക്ക് അത് റിവേഴ്സ് ആക്കിയിട്ടുണ്ട്. ഇത് റീസെൻറ്റ് ഇപ്പോൾ മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ഈ പോയിന്റ് നമുക്കൊന്ന് നോക്കാം. ഇവിടെ നമുക്ക് എന്തെങ്കിലും ഉണ്ടോ? 30 മിനിറ്റ്സിൽ നമുക്ക് ഇനി എന്ത് പോകാം? 5 മിനിറ്റ്സിലേക്ക് ഒന്ന് പോകാം. റൈറ്റ്? സോ ഇവിടെ എന്താണ്? There are some black candles.
അപ്പ് സൈഡിലേക്ക് മാർക്കറ്റ് പോയി, ഇത് ഡൗൺ സൈഡിലേക്ക് ഈ ലോ ഇവിടെ എടുത്തിട്ടുണ്ട്. റൈറ്റ്, ഈ ലോ നിങ്ങളിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലോ ഇവിടെ ടാപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് ഇത് നമുക്ക് മാർക്കറ്റിൽ കിട്ടിയിട്ടുള്ള എന്താണ്, ഒരു സ്വിങ് ഏരിയ ആണ്. ഈ പോയിന്റ് തൊട്ട് ഈ താഴത്തോട്ട്, അത് കഴിഞ്ഞാണ് മാർക്കറ്റ് അപ്പ് സൈഡിലേക്ക് പോയത്. നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന റീട്രേസ്മെന്റ് എന്താണ് നമ്മുടെ, ദിസ് ഈസ് ആൻ ഓർഡർ ഫ്ലോ, റൈറ്റ്. ആ ഒരു ഓർഡർ ഫ്ലോയെ ടാപ്പ് ചെയ്തിട്ടാണ് മാർക്കറ്റ് പോയിരിക്കുന്നത്. മനസ്സിലായോ? ഈ ഒരു ഓർഡർ ബ്ലോക്ക് വർക്ക് ചെയ്യത്തില്ല. ഈ കാണുന്ന ഒരു ഓർഡർ ബ്ലോക്ക് വർക്ക് ചെയ്യാനുള്ള സാധ്യത ഇല്ല. കാര്യം എന്ന് അറിയാമോ, ഇത് SL അടിക്കാൻ സാധ്യതയുണ്ട്. അതിൻ്റെ ഹൈയും ലോയും എടുത്തു കഴിഞ്ഞാൽ ഇത് ടാപ്പ് ആകും. ഈ ഒരു ഓർഡർ ബ്ലോക്കിൻ്റെ SL ടാപ്പ് ആകും. ഈ ഒരു ഓർഡർ ബ്ലോക്കിൻ്റെ SL ടാപ്പ് ആകും. റൈറ്റ്. പിന്നെ ഏത് ഓർഡർ ബ്ലോക്കാണ്, ഈ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട് നമുക്കിവിടെ, അതിൻ്റെ SL ടാപ്പായി. ഈ ഒരു ഓർഡർ ബ്ലോക്ക് ഉണ്ട്, ഇത് ഓർഡർ ബ്ലോക്കാണോ, നമുക്കിവിടെ ഫെയർ വാല്യൂ ഗ്യാപ്പ് കിട്ടിയിട്ടില്ല. സോ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. സോ ഇത് നമ്മുടെ ഒരു ഓർഡർ ബ്ലോക്കാണ്, അതിൻ്റെ SL ഹിറ്റായി. റൈറ്റ്. നിങ്ങൾക്ക് ഇത്തിരിയെങ്കിലും എന്താണ് ആക്യുറസി കിട്ടാൻ സാധ്യതയുള്ളത്, ഇല്ലെങ്കിൽ വർക്ക് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷ വെക്കാൻ പറ്റുന്ന ഓർഡർ ബ്ലോക്സ് എല്ലാം ഏതായിരിക്കും, ഈ ഒരു 50% താഴെ ആയിരിക്കും. കാരണം 50% ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് എപ്പോഴും ഒരു അട്രാക്റ്റീവ് ബൈയിങ് സോൺ ആയിരിക്കും. സോ ഇതിൻ്റെ താഴത്ത് വരുന്ന ഓർഡർ ബ്ലോക്സ് എല്ലാം വർക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് സെയിം തന്നെയാണ് ഒരു ഡൗൺ സൈഡിലേക്കുള്ളത്. റൈറ്റ്. ഇപ്പോൾ മാർക്കറ്റ് ഡൗൺ സൈഡിലേക്കാണ് വരുന്നതെങ്കിൽ, മാർക്കറ്റ് ഇപ്പം സപ്പോസ് ഈ ഒരു സോണിൽ നിന്ന് മാർക്കറ്റ് ഡൗൺ സൈഡിലേക്കാണ് വരുന്നതെങ്കിൽ, മാർക്കറ്റിന് നിങ്ങൾക്ക് റിവേഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അത് ബിയറിഷ് ട്രേഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ നിന്ന് പിടിക്കണം, ട്രേഡ് എടുക്കേണ്ട ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു പ്രീമിയം സോണിൽ വരുന്ന ഓർഡർ ബ്ലോക്കിനെ മാത്രം നിങ്ങൾ കൺസിഡർ ചെയ്യുക. അതിൻ്റെ മുമ്പിലുള്ള ഏത് ഓർഡർ ബ്ലോക്ക് കൺസിഡർ ചെയ്താലും നിങ്ങൾക്ക് മാർക്കറ്റിൽ ലോസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. റൈറ്റ്. നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ് ക്ലിയറായി മനസ്സിലായെന്ന് തോന്നുന്നു. സോ പ്രോപ്പറായിട്ട് ബാക്ക് ടെസ്റ്റ് ചെയ്യുക, നിങ്ങളുടെ ആക്യുറസി ഇത്തിരി കൂടെ ഇമ്പ്രൂവ് ആകും. നമുക്കിങ്ങനെ പയ്യെ SMC ഒന്ന് ഫിൽറ്റർ ചെയ്ത് പോകാം. ഓക്കെ. സോ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും മാത്രം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.